നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഉടുമ്പൻചോല MLA MM മണിയുടെ സഹോദരൻ ലംബോദരന്റെ സ്ഥാപനത്തിൽ കേന്ദ്ര GST വകുപ്പിന്റെ പരിശോധന. അടിമാലി ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ലംബോദരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, ഈ ഹൈറേഞ്ച് സ്പൈസസിനെതിരായ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ പരിശോധന നടക്കുന്നത്? പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകളൊക്കെ ലഭിച്ചുവെന്ന് ഈ സംഘം പറയുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? ക്രിസ്റ്റീന, 10 മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ഇവിടെ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായത്. GST വകുപ്പിന്റെ ഏകദേശം 12ഓളം വരുന്ന ഉദ്യോഗസ്ഥരെത്തി ഒരു പ്രാഥമിക പരിശോധന നടത്തി. ആ പരിശോധനയിൽ ചില അവ്യക്തതകൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ലംബോദരനെ വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ഉന്നത GST വകുപ്പ് ഉദ്യോഗസ്ഥർ ലംബോദരനെ ചോദ്യം ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. നേരത്തെ ഈ ലംബോദരന്റെ ഈ കടയുമായി ബന്ധപ്പെട്ട് GST വകുപ്പിന് പരാതി ലഭിച്ചിരുന്നു. അതായത് നികുതി വെട്ടിപ്പ് ഉൾപ്പെടെ നടക്കുന്നു എന്നുള്ളതായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഹൈറേഞ്ച് സ്പൈസസ് എന്നാണ് ഈ കടയുടെ പേര്. പ്രധാനമായും ഈ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയാണ്. അതോടൊപ്പം ചോക്ലേറ്റ് ഉൾപ്പെടെ വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായി ക്രമക്കേട് നടക്കുന്നു എന്നുള്ളതായിരുന്നു ഈ പരാതിയുടെ ഒരു അടിസ്ഥാനം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ആദ്യം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഈ കമ്പ്യൂട്ടറുകളും അതോടൊപ്പം ഡാറ്റകളും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ചില അവ്യക്തത ഉണ്ടായിരുന്നു. അത് അല്ലെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ലംബോദരനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരു പരാതി മാത്രമാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിലൊരു കണ്ടെത്തലിലേക്കോ അല്ലെങ്കിൽ ഒരു തെളിവുകളിലേക്കോ നിലവിൽ GST വകുപ്പ് എത്തിയിട്ടില്ല. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഈ ലംബോദരനെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അറിയുള്ളൂ. എന്തായാലും ജീവനക്കാരുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കേരളത്തിൽ വോട്ടായി മാറില്ലെന്ന് LDFും UDFും. ഒരു സീറ്റിലും BJP ജയിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസെന്നും കള്ളക്കടത്ത് പിടിക്കാൻ ഉത്തരവാദിത്തമുള്ള കേന്ദ്ര ഏജൻസികൾ പരാജയപ്പെട്ടുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. കള്ളക്കടത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിനില്ല. അത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ്. എന്തേ ഇതേവരെ സ്വർണ്ണക്കടത്ത് നടന്നു എന്നെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേ പിടിക്കാത്തത്? ആരായിരുന്നു തടസ്സം പിടിക്കുന്നതിന്? ഇപ്പോൾ തൃശ്ശൂർ പിടിക്കാനാണ് എന്നാണ് പറഞ്ഞ് നടക്കുന്നത്. തൃശ്ശൂരൊന്നും തൊടാൻ പറ്റാത്ത അവസ്ഥ BJPക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. കേരളത്തിലെ ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. അതേസമയം തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചാലും UDF ജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കള്ളക്കടത്ത് പ്രഭവ കേന്ദ്രം എവിടെയെന്നറിയാവുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്നും ചെന്നിത്തല ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് മനസ്സിലാക്കിയിട്ടും ആ ഓഫീസിനെയോ മുഖ്യമന്ത്രിക്കെതിരെയോ നടപടി സ്വീകരിക്കാതിരുന്നത് അവർ തമ്മിലുള്ള രാഷ്ട്രീയമായ നീക്കുപോക്കിൻ്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. CPMും BJPയും തമ്മിലുള്ള രാഷ്ട്രീയമായ ബാന്ധവമാണ്. അല്ലായിരുന്നെങ്കിൽ ഇന്നലെ പ്രധാനമന്ത്രി പറയണ്ടേ, ഞങ്ങൾ ഇന്ന നടപടികൾ സ്വീകരിച്ചു. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തതാണ് ചാണകവെള്ളം തളിക്കൽ സമരത്തിന് പിന്നിലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ പരിപാടി നടന്ന വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ നടത്തിയ നീക്കം വരേണ്യ മനോഭാവത്തിന്റെ ഭാഗമെന്നും K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അദ്ദേഹം ഒരു പ്രതിഷേധ സമരത്തിനല്ല ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ നാട്ടിലെ സഹോദരിമാരെ കാണാനാണ് വന്നിരിക്കുന്നത്. അത്രയും മഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു പരിപാടി, ഹൃദയസ്പർശിയായ ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ ഉടനെ വേദിയിൽ വെള്ളം തളിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് എന്താണ് പറയേണ്ടത്? കാരണം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഉള്ളിലുള്ള വരേണ്യ മനോഭാവമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിനെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനം, റോഡ് ഷോ, പ്രസംഗം, ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് മറ്റു പാർട്ടികൾ. എന്തൊക്കെയാണ് ഇന്ന് വരുന്ന പ്രതികരണങ്ങൾ?
ക്രിസ്റ്റിന, ഈ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ പരാമർശമുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി എന്നെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി തൃശ്ശൂരിലെ ഈ വനിതാ സംഗമ വേദിയിൽ പ്രസംഗിച്ചു തുടങ്ങിയത്. ആ ഗ്യാരണ്ടികൾ എല്ലാം എണ്ണിപ്പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം നടന്നത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ നമ്മൾ തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്നത് ക്യാമ്പയിനാക്കി മാറ്റാൻ BJP ഒരു ശ്രമം നടത്തുന്നു. അത്തരം ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കുമെന്ന് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന് പിന്നാലെ ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിനും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ, അതായത് വരുന്ന ആഴ്ചകളിൽ തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ജാഥ നടത്താനായി BJP പദ്ധതിയിടുന്നു. അതിന്റെ ഒരുക്കത്തിലേക്ക് BJP കടക്കുന്നു എന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മോദിയുടെ ഗ്യാരണ്ടിയെ പറ്റിയുള്ള ചർച്ചകൾ അത് പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു ഇന്ന് വിമർശനങ്ങൾ ഉയർന്നത്. അതായത് ഈ ബിനോയ് വിശ്വം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി അത് കേരളത്തിൽ വിലപ്പോകില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള കെ രാജൻ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ഒരു തരത്തിലുള്ള മാറ്റവും തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല, LDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പ് എന്നുള്ളത് കെ രാജൻ പറയുന്നു. അതേസമയം ഇന്നലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് എന്നത് വ്യക്തമാണ് എന്ന് ഇന്നലെ അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. അവർ രണ്ടുപേരും പറഞ്ഞത് ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അറിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ഗ്യാരണ്ടിയെ പറ്റിയുള്ള ചർച്ചകൾ അത് ചൂടേറുകയാണ്. തൃശ്ശൂരിൽ ഒന്നും തന്നെ BJPക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത്. അത്തരത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതിനെ പറ്റിയുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയാണ്. ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായത് ഈ തേക്കിൻകാട് മൈതാനത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസും KSUവും അവിടേക്ക്, അതായത് പ്രധാനമന്ത്രി സംസാരിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കുന്നതിന് വേണ്ടി എത്തി. അവരെ പ്രതിരോധിക്കാൻ BJP പ്രവർത്തകർ ശ്രമിച്ചു. അങ്ങനെ ഇരുവിഭാഗവും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ രൂക്ഷമായ ആക്രമണം അത് ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്റ്റിന, ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി. ജസ്ന തിരോധാന കേസിൽ മത തീവ്രവാദ ബന്ധം തള്ളി CBIയുടെ റിപ്പോർട്ട്. അത്തരം തെളിവുകളില്ലെന്നും ജസ്ന മരിച്ചുവെന്ന നിഗമനമില്ലെന്നും CBI. ജസ്ന എവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ഒരു തരത്തിലുള്ള തെളിവുമില്ലെന്നും CBI വ്യക്തമാക്കുന്നു. CBI റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, ഇപ്പോഴും ഈ ജസ്നയുടെ തിരോധാനം അത് ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥ പോലെ അവശേഷിക്കുന്നു. ജസ്ന മരിച്ചോ എന്നതിന് പോലും കൃത്യമായ തെളിവുകളില്ല എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വരുന്നു. റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? തീർച്ചയായും CBI കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ്. മറിച്ച് ജസ്ന മരിച്ചതായി യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നുള്ളതും CBI പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കേസിൻ്റെ താൽക്കാലിക അന്വേഷണം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതായത് ക്ലോഷർ റിപ്പോർട്ടാണ് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് ജസ്ന മതതീവ്രവാദത്തിൻ്റെ ഭാഗമായി ജസ്നയാരും തട്ടിക്കൊണ്ടുപോയതല്ല എന്നുള്ളതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പുറമെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിലവിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ മാത്രമാണ്. ഇന്റർപോളിന്റെയും CBIയുടെയും ഉൾപ്പെടെ നോട്ടീസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്നയുമായി ബന്ധപ്പെട്ട എന്ത് വിവരങ്ങൾ ലഭിച്ചാലും അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ സാധിക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടോ എന്ന് അറിയിക്കാനായിട്ട് കോടതി ജസ്നയുടെ പിതാവിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി മറുപടി ലഭിച്ച ശേഷമാകും CBI സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് കോടതി ഒരു നടപടി സ്വീകരിക്കുക. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ശ്യാംകുമാറാണ്. ജന്തർ മന്ദറിലെ ജൂനിയർ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിൽ ഉറപ്പുമായി അഡ്ഹോക് കമ്മിറ്റി. താരങ്ങളോട് പരിശീലനം തുടരാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഗ്വാളിയോറിലെ മത്സരങ്ങൾ നടത്തുമെന്നും അറിയിച്ചു. അടുത്ത മാസം മുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ ഉറപ്പിൽ ജൂനിയർ ഗുസ്തി താരങ്ങൾ സന്തുഷ്ടരാണോ? ക്രിസ്റ്റിന, ഇന്നലെയാണ് ജന്തർ മന്ദറിൽ ജൂനിയർ ഗുസ്തി താരങ്ങൾ അവിടെ മത്സരങ്ങൾ തടസ്സപ്പെട്ടു എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒപ്പം തന്നെ ഈ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളുടെ പ്ലക്കാർഡുകൾ ഉയർത്തി സാക്ഷി മാലിക്കിന്റെയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടിന്റെയും ഉയർത്തി ഇവർ ഈ മത്സരങ്ങൾക്ക് എതിരായി ഇവരുടെ പ്രതിഷേധങ്ങൾ മാറുന്നു എന്നെല്ലാം കാട്ടി പ്രതിഷേധിച്ചത്. ഒപ്പം തന്നെ ബ്രിജ്ഭൂഷനെ കാണാനുള്ള ശ്രമങ്ങൾ ഇന്നലെ ജൂനിയർ ഗുസ്തി താരങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ ഉറപ്പ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. കാരണം
WFIയുടെ പുതിയ ഭരണസമിതിയെ കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്ന് ഇതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. ആ അഡ്ഹോക് കമ്മിറ്റി ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പെന്ന് പറയുന്നത് അടുത്ത മാസം മുതൽ തന്നെ ദേശീയ മത്സരങ്ങൾ സംഘടിപ്പിക്കും. മധ്യപ്രദേശ് ഗോളിയോറിലെ മത്സരങ്ങൾ ഉടൻ നടത്തുമെന്നും ജൂനിയർ താരങ്ങൾ പരിശീലനം തുടരാനുമുള്ള നിർദ്ദേശമാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ മത്സരങ്ങളിൽ കടക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് അഡ്ഹോക് കമ്മിറ്റി താരങ്ങൾക്ക് ഈ നിമിഷത്തിൽ നൽകിയിരിക്കുന്ന ഉറപ്പ്. ക്രിസ്റ്റിന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ പേര് മാറ്റിയെന്നൊരു വാർത്ത വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ED ഒരവസരം കൂടി നൽകും. കെജ്രിവാളിന് 4ാമതും സമൻസ് അയക്കാനാണ് ED തീരുമാനം. കെജ്രിവാൾ EDയുടെ സമൻസിന് മറുപടി നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ, എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ EDയുടെ നിലപാട്? അരവിന്ദ് കെജ്രിവാൾ പലതവണ ഈ സമൻസ് അയച്ചിട്ടും ഹാജരാകാൻ തയ്യാറായില്ലല്ലോ. ഉദാര സമീപനം സ്വീകരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനോടെന്നാണ് ED ഇപ്പോൾ അനൌദ്യോഗികമായിട്ട് വ്യക്തമാക്കുന്നത്. 3 തവണ നോട്ടീസ് നൽകി കഴിഞ്ഞു. രണ്ടാം തവണത്തെ നോട്ടീസിന് അദ്ദേഹം നൽകിയ മറുപടി വിപാസന ധ്യാനത്തിലാണ്, അതുകൊണ്ട് ഹാജരാകാൻ സമയം വേണം എന്നുള്ളതാണ്. അതനുസരിച്ച് 3ാമത്തെ നോട്ടീസ് നൽകി. ആ നോട്ടീസ് പക്ഷേ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാണ് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാതെ ഇരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയ മറുപടി പരിശോധിച്ച് അത് നിലനിൽപ്പില്ല എന്ന് ED നിഗമനത്തിൽ എത്തിയെങ്കിലും ഒരു അവസരം കൂടി അരവിന്ദ് കെജ്രിവാളിന് നൽകാനായിട്ടുള്ള ഒരു തീരുമാനം ED കൈക്കൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് EDക്ക് അറിവുള്ളതല്ല എന്നാണ് ED പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് തങ്ങളുടെ ചർച്ച എത്തിയിട്ടില്ല. ചോദ്യം ചെയ്യാനാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് മുൻവിധിയോടുകൂടി ആരും വിലയിരുത്തേണ്ട എന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയും ഉന്നയിച്ച ഈ EDയുടെ നോട്ടീസ് അത് നിയമവിരുദ്ധമാണ് എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചേക്കും എന്നാണ് നിലവിലുള്ള സൂചന. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ്. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും അങ്കമാലി അതിരൂപത മെത്രാപ്പോലീത്ത എന്ന നിലയിലും പ്രവർത്തിച്ചപ്പോൾ തനിക്കുണ്ടായ പോരായ്മകളിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് എമരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സഭാവിശ്വാസികൾക്കായുള്ള സന്ദേശത്തിലാണ് ഖേദപ്രകടനം. ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്നും കർദിനാളിന്റെ അഭ്യർത്ഥനയുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് എസ് ശ്യാംകുമാറാണ്. ശ്യാംകുമാർ, അപൂർവമാണ് ഇത്തരത്തിലുള്ള ഒരു ഖേദം പ്രകടിപ്പിക്കൽ. ഇപ്പോൾ എമരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്തൊക്കെ കാര്യങ്ങളാണ് വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്റ്റീന, ഇന്ന് സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൂപ്പുകൈ എന്ന പേരിൽ ഇറക്കിയ ഒരു കത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം മാർ ജോർജ് ആലഞ്ചേരി കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആർച്ച് ബിഷപ്പായും മേജർ ആർച്ച് ബിഷപ്പായും സേവനം ചെയ്ത കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലുകളും മേജർ ആർച്ച് ബിഷപ്പായി വന്ന ശേഷം സഭയുടെ മുന്നോട്ട് പോക്കിന് നയിച്ച കാര്യങ്ങളുമൊക്കെ അദ്ദേഹം എണ്ണമിട്ട് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ചവരെ അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്: മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്ത എന്ന നിലയിലും എൻ്റെ ദൗത്യ നിർവഹണത്തിൽ വന്നുപോയ കുറവുകളിലും പോരായ്മകളിലും ഖേദിക്കുന്നു എന്നുള്ളതാണ് ആ വാചകം. ഏതായാലും അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച പോരായ്മകളിലാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതെന്ന എതിർഭാഗം ഇപ്പോൾ തന്നെ പ്രചരിപ്പിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അപൂർവമായി നടക്കുന്ന ഒരു ഖേദപ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കത്ത് വിശ്വാസികൾക്ക് കൈവശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് പള്ളികളിൽ ഉൾപ്പെടെ വായിക്കുമോ എന്നുള്ള കാര്യം സഭാ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും വിരമിച്ച ശേഷമുള്ള ഒരു അപൂർവ ഖേദപ്രകടനത്തിനാണ് സഭാ വിശ്വാസികൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്യാംകുമാർ. കൂപ്പുകൈ എന്ന പേരിൽ സഭാവിശ്വാസികൾക്കൊരു കത്തയച്ചിരിക്കുകയാണ്. തന്റെ പോരായ്മകളിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എമരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. തിരുവനന്തപുരം വെള്ളനാട് 1 വയസ്സുള്ള കുഞ്ഞിനെ മാനസിക വെല്ലുവിളി നേരിടുന്ന മാതൃ സഹോദരി കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തി. ഉറിയാക്കോട് സ്വദേശി സിന്ധുവിന്റെ 3ാമത്തെ മകനാണ് മരിച്ചത്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഈ മാതൃ സഹോദരിക്ക് മുൻപും ഇത്തരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നോ? മുൻപും ഇത്തരത്തിൽ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ശീലമുണ്ടായിരുന്നോ?
തീർച്ചയായും ക്രിസ്റ്റീന, തിരുവനന്തപുരം വെള്ളനാടിന് സമീപം ഉറിയാക്കോടാണ് നാടിനെ തന്നെ നടുക്കിയ സംഭവം ഉണ്ടായത്. രാവിലെ 10 മണിക്കാണ് ഉറിയാക്കോട് സ്വദേശിയായ മഞ്ജു തന്റെ സഹോദരിയുടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഈ സിന്ധുവിന്റെ കുഞ്ഞ്, മൂന്നാമത്തെ കുട്ടി, 1.5 വയസ്സ് പ്രായമുള്ള അനന്തനാണ് കൊല്ലപ്പെട്ടത്. ഈ കുട്ടിയെ വീട്ടിൽ തൊട്ടിലിൽ കിടത്തിയ ശേഷം മാതാവ് തൊട്ടപ്പുറത്ത് തുണി കഴുകാനായി പോയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. മാതാവ് തിരിച്ചെത്തി വീട്ടിൽ നോക്കുമ്പോൾ കുട്ടിയെ കാണാനില്ലായിരുന്നു. തുടർന്നാണ് ഈ പരിശോധന പലയിടങ്ങളിലും നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. അതിന് പിന്നാലെയാണ് ഈ കൊലപ്പെടുത്തിയ മഞ്ജു സമീപത്തുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളോട് താൻ കുട്ടിയെ കിണറ്റിലെറിഞ്ഞു എന്ന കാര്യം വെളിപ്പെടുത്തുന്നത്. പിന്നീടാണ് കിണറ്റിൽ നടത്തിയ പരിശോധനയിൽ കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഈ കിണറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചു എന്നതാണ് നാട്ടുകാരും പോലീസും അടക്കം പറയുന്നത്. വർഷങ്ങളായി ഈ മാതാവ് മഞ്ജു, ഈ കൊലപ്പെടുത്തിയ മഞ്ജുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെയും കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നിലവിൽ വിളപ്പിൽശാല പോലീസിന്റെ കസ്റ്റഡിയിലാണ് മഞ്ജു ഉള്ളത്. വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് മഞ്ജു ഇതിനോടകം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി മഞ്ജു സമ്മതിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ വളരെ വേദനിപ്പിക്കുന്ന, ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം വെള്ളനാട് നടന്നത്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടത്തിന്റെ പേര് മാറ്റി ഭാരത് ജോഡോ ന്യായ യാത്ര എന്നാണ് പുതുക്കിയ പേര്. ഭാരത് ന്യായ യാത്ര എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പേര്. യാത്രയുടെ റൂട്ടിൽ അരുണാചൽ പ്രദേശിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ ഭാരത് ന്യായ യാത്ര, അത് ഭാരത് ജോഡോ യാത്രയുടെ ഒരു തുടർച്ച, അത് വ്യക്തമാക്കാനാണോ ഈ പേരുമാറ്റം? അതേപോലെ തന്നെ അരുണാചൽ പ്രദേശും ആ റൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, അങ്ങനെ തന്നെയാണ്. നേരത്തെ ഭാരത് ജോഡോ യാത്ര എന്നായിരുന്നു യാത്രയുടെ പേര്, ആദ്യ യാത്രയുടെ പേര്. അതിനുശേഷം 2ാം യാത്രയ്ക്ക് ഭാരത് ന്യായ് യാത്ര എന്നായിരുന്നു പേര് നൽകിയതെങ്കിൽ ഇന്നത്തെ യോഗത്തിന് ശേഷം ഇപ്പോൾ യാത്രയുടെ പേര് അല്പം മാറ്റിയിരിക്കുകയാണ്. ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാണ് ഇപ്പോൾ പേര് മാറ്റിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന ഭാരവാഹി യോഗത്തിന് ശേഷമാണ് തീരുമാനം. അതോടൊപ്പം തന്നെ നേരത്തെ 14 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാനായിരുന്നു പദ്ധതിയെങ്കിൽ സംസ്ഥാനങ്ങളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശ് കൂടി ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മാസം 14 തന്നെ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കും. അതിനുശേഷം മിസോറാം, നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കടന്ന് പിന്നീട് അരുണാചൽ പ്രദേശിലേക്ക് പോകും. പിന്നീട് വീണ്ടും അസമിൽ ചെന്നതിന് ശേഷമാകും പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുക. എന്തായാലും നേരത്തെ 60 ദിവസം എന്നത് ഇപ്പോൾ 66 ദിവസമായി തന്നെ ഈ യാത്ര ഇപ്പോൾ യാത്രയുടെ ദിവസവും ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. യാത്ര ബസ്സിലും അതോടൊപ്പം തന്നെ നടന്നുമാകും പോവുക. എന്തായാലും ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാണ് ഇപ്പോൾ പേര് മാറ്റിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രധാനമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു വിജയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്ന് പേര് മാറ്റിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അതിന്റെ റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ തീരുമാനിച്ചു. വിശദമായ ഒരു പട്ടിക വൈകാതെ തന്നെ AICC പുറത്തുവിടും. മാർച്ച് 24 അവസാനിക്കുന്ന തരത്തിലാകും യാത്ര ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ മാസം 14 മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കും. ശരി, രാഹുൽ ഗാന്ധിയുടെ യാത്ര ഭാരത് ന്യായ യാത്രയല്ല, ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് ഇനി അറിയപ്പെടും. വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് ഒരു പുതിയ വിവരം വരുന്നുണ്ട്. ആദ്യ മത്സരഫലങ്ങൾ പുറത്തു വരുമ്പോൾ 20 പോയിന്റുകളുമായി 6 ജില്ലകൾ ഇങ്ങനെ കട്ടയ്ക്ക് മത്സരിക്കുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ. ഇത് ആദ്യ ഫലസൂചനകൾ മാത്രമാണ്. ഇനി കൂടുതൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇതൊക്കെ മാറിമറിയും. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ണൂർ കളക്ടറേറ്റ് വളപ്പിൽ പോലീസും M വിജയൻ MLAയും തമ്മിൽ വാക്കേറ്റം. നഴ്സസ് അസോസിയേഷന്റെ സമരത്തിനിടെയാണ് തർക്കമുണ്ടായത്. പോലീസ് സുരേഷ് ഗോപി സ്റ്റൈൽ എടുക്കേണ്ടെന്ന് ടൗൺ SIയോട് MLA പറഞ്ഞു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത് സജോ ദേവസ്യാണ്. സജോ, എന്താണ് MLAയെ ചൊടിപ്പിച്ചത്? സുരേഷ് ഗോപി സ്റ്റൈലൊന്നും വേണ്ട എന്ന് പറയുന്നൊക്കെ ഉണ്ടല്ലോ. ക്രിസ്റ്റീന, കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള കളക്ടറേറ്റ് മാർച്ചാണ്, പ്രതിഷേധ വേദിയാണ് ഈ തർക്കങ്ങളെല്ലാം ഉണ്ടായത്.
മാർച്ച് സാധാരണഗതിയിൽ കലക്ടറേറ്റിലേക്ക് നടത്തുമ്പോൾ ഗേറ്റിൽ പോലീസ് തടയാറുണ്ട്. പക്ഷെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായിരുന്നില്ല. സമരക്കാർ കലക്ടറേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ പരിപാടി നടത്തുകയും ചെയ്തു. അതിനിടെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വിജിൻ MLA എത്തിയത്. പിന്നാലെ സംഭവ സ്ഥലത്തേക്ക് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നുള്ള SIയും സംഘവും എത്തി. ഈ സമരക്കാരുടെ എല്ലാം പേരെഴുതിയെടുക്കാൻ നിർദ്ദേശിക്കുന്നു. പിന്നീട് ഒരു വനിതാ ഉദ്യോഗസ്ഥ MLA തിരിച്ചറിയാതെ അദ്ദേഹത്തോട് പേര് ചോദിക്കുന്നു. പരിപാടി അവിടെ തുടരുന്നു, പുറത്തേക്ക് മാറ്റാം എന്ന് MLA പറയുന്നു. അതിനിടയിൽ MLAയുടെ മൈക്കടക്കം പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചുവാങ്ങി എന്നതാണ് മറ്റൊരു ആരോപണം. ഇങ്ങനെയുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ മോശം പെരുമാറ്റം ഉണ്ടായി. അതോടുകൂടി സ്ഥിതി വഷളായി. അങ്ങനെ പ്രകോപിതനാകേണ്ടി വന്നു എന്നാണ് MLA വിശദീകരിക്കുന്നത്. തുടർച്ചയായി സമരം നടക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥയെ പറഞ്ഞുവിട്ട് തന്റെ പേര് ചോദിക്കുന്നു. അതായത് MLA തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ വരുന്നു. ഇതിനിടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നു, മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള മോശം പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. SIയും ഒരു MLAയും തമ്മിലുള്ള പ്രോട്ടോകോൾ തന്നെ അവിടെ MLA തിരിച്ചറിയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു പ്രോട്ടോകോൾ പ്രകാരമുള്ള മാന്യമായ ഇടപെടൽ ഉണ്ടാകാനോ ഒന്നും ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായില്ല, അത്ര ഒരു മര്യാദ ഉണ്ടായില്ല എന്നാണ് MLA പിന്നീട് നമ്മളോട് വിശദീകരിച്ചൊരു കാര്യം. അത് ഏതായാലും പിന്നീട് വലിയ തോതിലുള്ള വാക്കുതർക്കത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഏറെ നേരം പോലീസ് ഉദ്യോഗസ്ഥനോട് MLA കയർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സജു, അതേപോലെ തന്നെ ഈ SIയുടെ പ്രതികരണം അതിനുശേഷം വന്നിട്ടുണ്ട്. MLA തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറമായി മറ്റു പ്രതികരണങ്ങൾ SIയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? ക്രിസ്റ്റീന, ഈ SI MLA തിരിച്ചറിയാതിരുന്നിട്ടില്ല എന്നാണ് SI പറയുന്നത്. പക്ഷേ ഈ വനിതാ ഉദ്യോഗസ്ഥയോട് SI നിർദ്ദേശിക്കുകയാണ് എല്ലാവരുടെയും പേര് എഴുതിയെടുക്കൂ, കേസെടുക്കാനായി എന്നാണ്. വനിതാ ഉദ്യോഗസ്ഥയാണ് MLA തിരിച്ചറിയാതെ പേര് ചോദിച്ചത്. അത് മാത്രമല്ല, ഈ പേര് തിരിച്ചറിഞ്ഞില്ല എന്നത് മാത്രമല്ല പ്രകോപനം എന്നാണ് MLA വിശദീകരിക്കുന്നത്. അവിടെ ഈ പരിപാടി പുറത്തേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും മാറ്റാവുന്നതേ ഉള്ളൂ. അവിടെ ഒരു സംഘർഷ സാഹചര്യമൊന്നുമില്ല. പരിപാടി അവിടെ പുരോഗമിക്കുന്നു. അവർ പോലീസ് തടയാത്തതുകൊണ്ട് അകത്തേക്ക് കയറി പരിപാടി നടത്തി. അങ്ങനെ വരുമ്പോൾ ശരിയായ രീതിയിൽ മാന്യമായ രീതിയിൽ പുറത്തേക്ക് പരിപാടി മാറ്റാൻ ആവശ്യപ്പെട്ടാൽ അങ്ങനെ മാറ്റാവുന്നതേ ഉള്ളൂ. അതിനു പകരം അവിടെ വലിയൊരു ഷോയാണ്, സുരേഷ്, സിനിമാ സ്റ്റൈലിൽ ഒരു ഷോയാണ് SI നടത്തിയത്. വനിതാ ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ MLA തിരിച്ചറിയാതെ പോയത്. പക്ഷേ അതിനപ്പുറം ഈ മൈക്ക് തടസ്സപ്പെടുത്തുകയും പ്രസംഗം തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് വലിയ തോതിൽ ഒരു MLA പ്രോട്ടോകോൾ മറികടന്ന് അധിക്ഷേപിക്കുന്ന നിലയാണ് വന്നത്. അവിടെ ഒരു സംഘർഷ സാഹചര്യവും ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളായി, വളരെ ലളിതമായി പോലീസിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന, പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ വളരെ മോശം പെരുമാറ്റം ഉണ്ടായി. അതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് മത്തായി കൊക്ക റോഡിലേക്ക് പാറക്കൂട്ടങ്ങൾ വീണു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. നിരന്തരം വാഹനങ്ങൾ പോകുന്ന വഴിയാണിത്. രാവിലെ 8 മണിയോടെ നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, ഈ മത്തായി കൊക്ക എന്ന് പറയുന്ന ആ പ്രദേശം അപകട സാധ്യതാ മേഖലയാണ്. ഇപ്പോൾ ഈ റോഡിലേക്ക് പാറക്കൂട്ടങ്ങൾ വീഴുന്ന ദൃശ്യങ്ങളുണ്ട്. ആ സമയത്ത് എന്തായാലും വാഹനങ്ങൾ അവിടെ ഇല്ലായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരം? ഈ പാറക്കെട്ടുകൾ പൊളിഞ്ഞതൊക്കെ റോഡിൽ നിന്ന് മാറ്റിയോ? ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. പാറക്കെട്ടുകൾ ഒന്നായ ഈ റോഡിലേക്ക് നിലംപതിക്കുകയായിരുന്നു. വലിയ ഹൈറ്റിൽ നിന്നാണ് നിലത്തേക്ക് വീണത്. പക്ഷേ ഭാഗ്യവശാൽ ആ സമയത്ത് വാഹനങ്ങളൊന്നും അതുവഴി പോയിരുന്നില്ല. അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും അതിന് ശേഷവും അതിനു മുൻപും ധാരാളം വാഹനങ്ങൾ അതുവഴി പോയിരുന്നു. എന്നാൽ അത് സംഭവിക്കുന്നത് ഈ പാറക്കൂട്ടങ്ങൾ വന്ന് വീഴുന്ന സമയത്ത് അവിടെ വാഹനങ്ങളൊന്നും ഉണ്ടാകാതിരുന്നതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. പിന്നാലെ തന്നെ ഫയർഫോഴ്സ് എത്തി ഈ പാറക്കൂട്ടങ്ങൾ നീക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന അപകടങ്ങൾ പതിവാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ പാറക്കൂട്ടങ്ങൾ റോഡിലേക്ക് വീഴുന്നത് ഇത് ആദ്യമായാണെന്നാണ് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വൻ അപകടമാണ് ഒഴിവായത്. ക്രിസ്റ്റീന, ശരി, ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ലൈവ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇനി കലോത്സവ വേദിയിൽ നിന്ന് പ്രവിതാലക്ഷ്മിയും സ്മിത ഹരിദാസും ചേരും. ഓവർ ടു കൊല്ലം.
അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺസിൽ 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. എല്ലാ പ്രേക്ഷകർക്കും കലകലക്കൻ കൊല്ലത്തേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോഴുള്ളത് കൊല്ലം ജില്ലയിലെ ഈ കലോത്സവം നടക്കുന്ന ഈ മൈതാനിയിലാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും നമ്മുടെ കലോത്സവത്തിന്റെ വിശേഷങ്ങളെല്ലാം 24-ലൂടെ അറിയുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്തായാലും ഒരു താമസവും കൂടാതെ കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വിപുലമായ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട് പ്രേക്ഷകരിലേക്ക് ഈ കലോത്സവത്തിന്റെ വിശേഷങ്ങളെല്ലാം എത്തിക്കാൻ. എന്നോടൊപ്പം ഇപ്പോൾ സ്മിത കൂടി ചേരുന്നുണ്ട്. സ്മിത, അങ്ങനെ നമ്മൾ ഈ കലകലക്കൻ കൊല്ലത്ത് കലക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കലക്കിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത ചൂടിനെ ഒന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല. വലിയ ചൂടുണ്ട്, പക്ഷേ ഈ മത്സരാർത്ഥികൾക്കോ നമ്മൾ മാധ്യമപ്രവർത്തകർക്കോ പങ്കെടുക്കാൻ എത്തുന്നവർക്കോ കാണികൾക്കോ അവരെ ഒന്നും തന്നെ ഈ ചൂട് ബാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെ ഓരോരോ വേദികളിലായിട്ട് പല പല മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹിനിയാട്ടമുണ്ട്, സംഘനൃത്തമുണ്ട്, അതോടൊപ്പം തന്നെ കുച്ചിപ്പുടിയുണ്ട്, ഭരതനാട്യമുണ്ട്, നാടകം ഒരു വശത്ത്, പ്രസംഗ മത്സരങ്ങൾ, അങ്ങനെ 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 എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇങ്ങനെ കലകൾ തന്നെയാണ്. കലയെ സ്നേഹിക്കുന്നവർക്ക് ഈ 4-5 ദിവസങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ എന്താ പറയാ അർമാദിക്കാം, അല്ലെങ്കിൽ അടിച്ച് പൊളിക്കാവുന്ന ദിവസങ്ങളാണ്. അപ്പം നമുക്ക് കൗമാര കലോത്സവത്തിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോവാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഈ കലോത്സവത്തിന് തിരിതെളിഞ്ഞത് ഇന്ന് രാവിലെ 10 മണിയോടെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പക്ഷേ ഇക്കൊല്ലം വളരെ ഏറെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സാധാരണ കലോത്സവങ്ങളിലെല്ലാം ഈ സംഗീത അധ്യാപകർ ഒരുപക്ഷെ ആലപിക്കുന്ന സ്വാഗത ഗാനമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലമൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിനൊരു വ്യത്യാസം വന്നിരിക്കുകയാണ്. നടിയും നർത്തകിയുമായ ആശാ ശരത്ത് ഈ സംഗീതത്തിന് ഒപ്പം നൃത്തം വെച്ചു. നല്ല മനോഹരമായ ഒരു ബിജു ധ്വനിതരംഗാണ് അത് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ ആ നൃത്തത്തിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കണം. നമുക്ക് വേറൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. നമ്മുടെ TTS ആ സംവിധാനം കൂടി ഉണ്ട്. TTSൽ നിന്ന് നമ്മുടെ കൂടെ അനുജയും നമുക്കൊപ്പം തന്നെ ഉണ്ട്. വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഇടയ്ക്ക് അനുജയും നമ്മളൊപ്പം ചേരും. ആദ്യം നമുക്ക് ആശാ ശരത്തിന്റെ നൃത്തത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകും. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വാഗതഗാനത്തിന് നൃത്താവിഷ്കാരമൊരുങ്ങുന്നത്. കുരീപ്പുഴ ശ്രീകുമാറിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതത്തിൽ ഒരുങ്ങിയ നൃത്തശില്പം ചിട്ടപ്പെടുത്തിയത് ബിജു ധ്വനിതരംഗാണ്. കഴിഞ്ഞ തവണ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്ക് പാലിച്ചതിൽ സന്തോഷമെന്ന് ആശാ ശരത്ത്. കഴിഞ്ഞ വർഷം ഇനോഗ്രേഷന് ഞാനും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട CM-ന്റെ കൂടെ. അന്ന് ഇവർക്ക് കൊടുത്തൊരു പ്രോമിസാണ്, അടുത്ത വർഷം നിങ്ങൾക്കൊപ്പം ഞാനും കളിക്കുന്നു. ആ വാക്ക് പാലിക്കുകയാണ് ഞാൻ കുട്ടികളോടൊപ്പം. അത് മാത്രമല്ല, ഇതിലൂടെയുള്ളൊരു സന്ദേശം കൂടി ഞാൻ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 12th കഴിഞ്ഞാൽ അവരതൊരു നിർത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു പ്രൊഫഷനാക്കാൻ പലരും മടിക്കുന്ന ഒരു കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും പ്രൊഫഷനാക്കണം, അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ളവർ മുമ്പോട്ട് വരണം. ഇതോടുകൂടി നിർത്തരുത് എന്നുകൂടി ഞാൻ ഇവരോട് പറയാൻ, ഇവരോട് മാത്രമല്ല ഇന്നിവിടെ പെർഫോം ചെയ്യുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യുവതലമുറയോടും ഒരു സന്ദേശം കൂടിയാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൊല്ലം BRCയുടെ പരിധിയിൽ വരുന്ന GHSS കോയിക്കൽ, GHSS മങ്ങാട് എന്നീ സ്കൂളുകളിൽ നിന്നുള്ള 11 ഭിന്നശേഷി വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച ചെണ്ടമേളം ശ്രദ്ധേയമായി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മിനി കുമാരിയുടെ നേതൃത്വത്തിൽ രഞ്ജിത്ത് രാമൻകുളങ്ങര 1 വർഷം കൊണ്ടാണ് പരിശീലനം നൽകിയത്. കാസർഗോഡിന്റെ തനത് കലാരൂപമായ മംഗലം കളിയും വേദിയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികളാണ് മംഗലം കളി അവതരിപ്പിച്ചത്. കൊല്ലം.
ഈ കലോത്സവങ്ങളെ കുറിച്ചുള്ള പ്രധാന ആക്ഷേപം സ്മിത ഈ സമയത്ത് മത്സരങ്ങൾ നടക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഈ സംഘാടകർ പരമാവധി വേഗത്തിൽ ഉദ്ഘാടനം നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഒരുപാട് അതിഥികൾ ഉണ്ടായിരുന്നു, അവരുടെ എല്ലാം പ്രസംഗം ഉണ്ടായിരുന്നു. സ്വാഭാവികമായത് അല്പം നീണ്ടുപോയി, അരമണിക്കൂർ മാത്രമാണ് നീണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 4 മണിക്ക് സംഘനൃത്തം ഇവിടെ ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെ മോഹിനിയാട്ട മത്സരം കഴിഞ്ഞിട്ടില്ല. 11:30ക്കാണ് മോഹിനിയാട്ട മത്സരം തുടങ്ങുമെന്ന് പറഞ്ഞത്. പക്ഷെ അത് 12 മണി കഴിഞ്ഞു തുടങ്ങിയപ്പോൾ. തീർച്ചയായിട്ടും ഈ ഒരുപാട് നേരം കാത്തിരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും മത്സരാർത്ഥികൾ പറയാറുള്ള ഒരു ഇതാ. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുത്താതെ സംഘാടകർ അത് കൃത്യമായി, ഒരു പക്ഷേ ഇന്നൊരല്പം വൈകി പോകുമ്പോൾ നാളെ അത് അത്തരത്തിലൊരു വീഴ്ച വരാതെ കൃത്യമായി തന്നെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ചൂടും കൂടി വരികയാണ്. അപ്പൊ നമുക്ക് പ്രധാന വേദിയിൽ ഇപ്പോൾ മോഹിനിയാട്ട മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, മോഹിനിയാട്ട മത്സരമൊക്കെ അവിടെ തകർത്ത് നടക്കുകയാണെന്ന് അറിയാം. എന്താണ് മറ്റു വിശേഷങ്ങൾ? ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ, നമ്മൾ ഈ മത്സരങ്ങളുടെ വൈകലൊക്കെ അടക്കം പറയുമ്പോഴും ഈ ചില ഫലങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന കാര്യം 6 ജില്ലകൾ 1ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തുന്നു. 20 പോയിന്റുമായി പത്തനംതിട്ടയും ഇടുക്കിയും തൃശ്ശൂരും മലപ്പുറവും മുൻപ് ജേതാക്കളായ കോഴിക്കോടും കണ്ണൂരും അടക്കം ഇപ്പോൾ 1ാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ള വിവരമാണ് ഔദ്യോഗികമായി അവസാനമായി ലഭിക്കുന്നത്. ആതിഥേയരായ കൊല്ലം 18 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. കൊല്ലത്തോടൊപ്പം പാലക്കാടും കാസർഗോഡും ഈ 2ാം സ്ഥാനത്ത് തുടരുന്നു. അങ്ങനെ ഈ ഫലങ്ങൾ കൂടി വന്നു തുടങ്ങുന്നു. അങ്ങനെ കലോത്സവം വളരെ ചടുലമായി ഈ മോഹിനിയാട്ടത്തിന്റെ ഈ സ്റ്റെപ്പുകളെ പോലെ തന്നെ, ആ മോഹിനിയാട്ടത്തിന്റെ ചുവടുകളെ പോലെ തന്നെ, അതിൽ ഈ വേദിയിലേക്ക് എത്തുന്ന ഈ അങ്കനമാരെ പോലെ തന്നെ, അവരുടെ കണ്ണുകളെ പോലെ തന്നെ കൂടുതൽ മനോഹരമായി, കൂടുതൽ വേദികൾ സജീവമായി തുടങ്ങിയിരിക്കുന്നു. ഫലങ്ങൾ കൂടി വന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി കളറാവുകയാണ്, കൂടുതൽ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വേദികളിൽ നിന്ന് വളരെ മനോഹരമായ ഈ റിസൾട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൈകുന്നു എന്നുള്ള പരാതി ചില രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ആ വൈകൽ ഇനി ഉണ്ടാകരുതെന്ന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയതാണ്. പക്ഷേ എന്തോ ഇപ്പോഴും വൈകുന്ന പരിപാടികൾ ചിലതുണ്ട് എന്നുള്ളതാണ്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോഹിനിയാട്ട വേദിയിൽ അടുത്ത പരിപാടി തുടങ്ങാനുള്ള സമയം ആകി വരുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ ആകേണ്ടതാണ്. പക്ഷേ അതിപ്പോഴും വൈകുകയാണ്. മോഹിനിയാട്ട മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം തീരും എന്നുള്ളതാണ് സംഘാടകർ അറിയിക്കുന്നത്. അപ്പോൾ അതാണ് മോഹിനിയാട്ട വേദിയിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ. ഒപ്പം തന്നെ മറ്റ് മത്സര വിശേഷങ്ങളുമാണ് അരുൺ രാജ് പങ്കുവച്ചത്. ഇപ്പോൾ ഈ സ്മിത, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരമാണ്. പക്ഷെ ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്കൊന്നും തമ്മിൽ അറിയുന്നവരല്ല, അവരൊരു ജില്ല എന്ന് ഓർത്ത് വരുന്നവരുമല്ല. പക്ഷേ അവസാനം ഏത് ജില്ല കപ്പടിക്കും എന്നുള്ളത് ഒരു കൗതുകം എന്നുള്ളതാണ്. അതെ, അത് മാത്രമല്ല നമ്മൾ കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞത് ഇതിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് പോകുന്ന ഒരു ആരോഗ്യകരമായ മത്സരം. നമുക്കിനി കഥകളി മത്സരത്തിലേക്ക് പോയാലോ? നമ്മൾ ഗ്ലാമർ ഇനങ്ങൾ എന്ന് പറയുമ്പോഴേ അതില് എന്തായാലും കഥകളിയും ഉൾപ്പെടുമല്ലോ. കഥകളി ഇങ്ങനെ കാണാൻ തന്നെ മതിയല്ലോ. കണ്ട് ഈ നമ്മൾ ചില കാര്യങ്ങൾ, വിമാനം, ആന, ഇതൊക്കെ നമ്മൾ പറയും എത്ര കണ്ടാലും കൗതുകം തീരില്ല. അതുപോലെയാണ് ഒരു കഥകളി വേഷം കണ്ടാൽ അതിൻ്റെ ഒരു ഭംഗി എത്ര മനോഹരമായിരിക്കും. അജീഷ് ആ കഥകളി കണ്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കുന്നുണ്ട്. അജീഷിലേക്ക് നമുക്ക് പോവാം. അജീഷ്, കഥകളി മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ കഥ നളചരിതം ഇങ്ങനെയുള്ള കഥകളാണോ അതോ പുതുമയാർന്ന വ്യത്യസ്തമായ വേഷങ്ങളുണ്ടോ? എന്തെല്ലാമാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? സ്മിത പറഞ്ഞതുപോലെ തന്നെ കഥകളി നമുക്കറിയാവുന്നതുപോലെ എത്ര കണ്ടാലും മതിവരാത്ത ഒരു കലാരൂപമാണ്. കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു തനതൊരു കലാരൂപം തന്നെയാണ്. ആ കലാരൂപത്തിന്റെ ഒരു മത്സരം, ആൺകുട്ടികളുടെ HS വിഭാഗം മത്സരമാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. അവരുടെ മത്സരഫലവും പുറത്തു വന്നിരിക്കുന്നു. ഇനി ഇവിടെ 9ാമത്തെ വേദിയാണ് ഗേൾസ് ഹൈസ്കൂൾ കൊല്ലത്ത്. ഇവിടെ ഇനി പെൺകുട്ടികളുടെ മത്സരമാണ് നടക്കാനിരിക്കുന്നത്. എന്തായാലും ഈ ആൺകുട്ടികളുടെ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ, എ ഗ്രേഡ് നേടിയ ആ കുട്ടി നമ്മളോടൊപ്പം ഉണ്ട്. കാസർഗോഡ് സ്വദേശിയാണ്. എന്താ മോന്റെ പേര്? ഹരിശങ്കർ നായർ. സ്കൂളിലാണ് പഠിക്കുന്നത്? KMHS കൊടക്കാട്. എന്താ ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? എന്താണ് ഗുരുവൊക്കെ ആരാണ്? കലോത്സവത്തിൽ ആദ്യമായിട്ടാണ്, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഗുരു സദരം മണികണ്ഠൻ. അതുപോലെ ഫസ്റ്റ് ടൈമാണ് കലോത്സവം. ഡൽഹിയിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നാട്ടിലത്ര കലോത്സവം TV കാണാറുണ്ട്, അല്ലാതെ ശരിക്കും പങ്കെടുക്കാൻ പറ്റാറില്ല. TV വിക്ടേഴ്സിൽ അതുപോലെ ന്യൂസ് ചാനലൊക്കെ ലൈവ് പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ശരിക്കും ഒരു വേദി കളിക്കുമ്പോൾ ആ ഫീല് TV വരാറില്ല. അപ്പോൾ ഈ ഡൽഹിയിൽ പഠിച്ച നീ ഇങ്ങനെ ഈ കഥകളിയിലേക്ക് എങ്ങനെ എത്തിയത്? ആരാണ് ഈ കഥകളി എന്നൊരു കലാരൂപത്തിലേക്ക് കൊണ്ടുചെന്നാക്കിയത്? കഥകളി ഡൽഹിയിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി, അവിടെ തിരുവട്ടാർ ജഗദീശൻ ഗുരു
അങ്ങേര് എന്നെ കഥകളി 4 വർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഗുരു സാധനം മണികണ്ഠൻ ആശാൻ എന്നെ കലോത്സവത്തിന് വേണ്ടി പഠിപ്പിച്ചു. അതുപോലെ കഥകളിയിൽ വരാൻ കാരണം പണ്ട് ടി വിയിൽ ദൂരദർശൻ അതുപോലെ ചില ചാനലൊക്കെ ഈ കഥകളി കാണിക്കും. 9 മണി രാത്രി 10 മണി വരെ കാണിക്കും, 1 മണിക്കൂറത്തോളം കാണിക്കും. അപ്പോൾ ഫുള്ളിരുന്ന് കാണും. അപ്പം അങ്ങനെ ഒരു മോഹം വന്നിട്ടാണ് കഥകളിയിൽ പക്ഷേ ആശൻ എത്രാമത്തെ വർഷമാണ് കലോത്സവ വേദിയിൽ എത്തുന്നത്? ഞാൻ വളരെ വർഷങ്ങളായിട്ട് 40-40 വർഷം ഈ മേഖലയിലുണ്ട്. ഒരു കലോത്സവം മിക്കവാറും ജഡ്ജായിട്ടും പിന്നെ കുട്ടികളെ പല പ്രാവശ്യമായിട്ട് കൊണ്ടുപോയിട്ടും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ പങ്കെടുത്തിരുന്നു, അത് വേറെ ആവശ്യത്തിന്. പക്ഷേ നമ്മൾ പഠിച്ചൊരു കുട്ടി ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ് ഈ വർഷമാണ്. ഒരുപാട് ശിഷ്യന്മാരും ഉണ്ടാവുമല്ലോ, 40 വർഷത്തെ പാരമ്പര്യമല്ലേ? പല സ്ഥലത്തും പല ശിഷ്യന്മാരും ഉണ്ട്. ഇപ്പം മത്സരം എങ്ങനെയുണ്ട് പൊതുവെ വിലയിരുത്തുമ്പോൾ? നല്ല മത്സരമായിരുന്നു, നല്ല ഗ്രാൻഡ്, നല്ല നിലവാരമുള്ള മത്സരമായിരുന്നു. അപ്പം അങ്ങനെയാണ് ആൺകുട്ടികളുടെ ചെസ് വിഭാഗം മത്സരമാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇനി പെൺകുട്ടികളുടെ മത്സരമുണ്ട്, അത് ഉടനെ തുടങ്ങും. അതിലൊരുപാട് കൗതുകങ്ങൾ, ഒരുപാട് സർപ്രൈസുകൾ നമ്മുടെ കാത്തിരിപ്പുണ്ട്. സ്മിത പറഞ്ഞതുപോലെ ഇതിഹാസങ്ങൾ തന്നെയാണ്. അജീഷാണ് കഥകളിയുടെ വിശേഷങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. സ്മിത, നമ്മൾ ഈ മത്സരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ സംഗീത മത്സരങ്ങളിലേക്ക് വരുമ്പോൾ, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, അങ്ങനെ ഒരുപാട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് മത്സര ഇനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 24നെ സംബന്ധിച്ച്, ഫ്ലവേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം തരുന്ന മുഹൂർത്തങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ പാടാൻ വരുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് വരുന്നു. പ്രേക്ഷകർക്ക് അതിപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ടോപ്പ് സിംഗറിൽ മത്സരിച്ച് ഫൈനൽ ലിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ഒരുപാട്, അല്ലെങ്കിൽ ആ മത്സരത്തിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ അല്ലെ, അവരിൽ ചിലരെയൊക്കെ നമ്മൾ ഈ കലോത്സവ വേദിയിൽ കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ എത്രയൊക്കെ പറഞ്ഞാലും എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഇങ്ങനെ കലോത്സവ വേദിയിൽ വെച്ച് കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. അവർക്കും നമ്മളെ കാണുമ്പോൾ വലിയ സ്നേഹവും സന്തോഷവും. അപ്പൊ നമുക്കിനി വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ശ്രീഹരിയുടെയാണ്. ശ്രീഹരി എന്തായാലും പ്രേക്ഷകർക്ക് അറിയാം, ഉറപ്പായിട്ടും അറിയാം. അപ്പൊ ശ്രീഹരി ഇന്ന് മത്സരിച്ചത് ഏത് ഇനത്തിലാണ്, ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് മടങ്ങി വരാം. നമസ്കാരം. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ഒരു കുട്ടി പ്രതിഭയാണ്, കുട്ടി കലാപ്രതിഭ. ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിനൊന്നും ആവശ്യമില്ല. ടോപ്പ് സിംഗറിലെ മെഗാ ഫൈനലിസ്റ്റാണ് ശ്രീഹരി. ശ്രീഹരി, വെൽക്കം. നമസ്കാരം. ശ്രീഹരിയുടെ എത്രാമത്തെ കലോത്സവമാണിത്? ഇത് ഞാൻ 5ാം ക്ലാസ് മുതലേ ഉണ്ട്. എന്നാലും ഞാൻ HS വിഭാഗത്തിലെ എൻ്റെ 2ാമത്തെ കലോത്സവം. അതെ. അപ്പോൾ ഇപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കണു? ഞാൻ ഇപ്പോൾ 9th പഠിക്കുന്നത്. ലളിതഗാനത്തിൽ മത്സരിച്ചു, മത്സര ഫലം വന്നു. എന്താണ് ഫലം? എനിക്ക് A ഗ്രേഡ് ആണ്. ഇനി സംസ്കൃത കലാലാപനം കൂടി അത് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അതെ. അപ്പോൾ ശ്രീഹരിയിൽ നിന്ന് സംസാരമല്ല, എല്ലാവരും പാട്ട് കേൾക്കാനാണ് കാത്തിരിക്കുന്നത്. ഇന്ന് പാടിയ ലളിതഗാനത്തിൽ നമുക്ക് തുടങ്ങാം. ഗോദാവരിയുടെ തീരങ്ങളിലെ ഗോമേദകമണി സന്ധ്യകളെ സീതാ ദുഃഖം ഉറഞ്ഞൊരു ഗാനം ചേതസിലുണ്ടോ പറയുക നീ, ഈ താപസമെന്നിൽ ചൊരിയുക നീ. ഗോദാവരിയുടെ തീരങ്ങളിലെ ഗോമേദകമണി സന്ധ്യകളെ. നന്നായിട്ട് പാടിയെന്നുള്ളതുകൊണ്ടാണല്ലോ A ഗ്രേഡ് കിട്ടിയത്. ഇതാരാ പഠിപ്പിച്ചാരാ? ഇത് ഞാൻ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത് പാടിയ പാട്ടാണ്. ഇത് മധുബാലകൃഷ്ണൻ സാറ് പാടിയ പാട്ട്. പാടിയത് കേട്ട് പഠിച്ചതാണല്ലേ? നന്നായിട്ടുണ്ട് എന്തായാലും. പിന്നെ ഈ ടോപ്പ് സിംഗറിൽ ഒരുപാട് ഫേമസ് ആക്കി മാറ്റിയ കുറേ ഗാനങ്ങളുണ്ട്. ശ്രീഹരിയിലൂടെ വീണ്ടും വീണ്ടും ഫേമസ് ആയി അല്ലേ? അത് പഴയ ഗാനങ്ങളാണെന്ന് തോന്നുന്നു ശ്രീഹരിയുടെ. എന്താ കാര്യം പഴയ ഗാനങ്ങൾ ഇഷ്ടപ്പെടാൻ? കാരണം അമ്മയാണ് എനിക്ക് അവിടെ ഉള്ളപ്പോൾ പാട്ട് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പം അമ്മയ്ക്ക് കൂടുതൽ പഴയ കലപാട്ടുകളാണ് ഇഷ്ടം. അച്ഛനാമേരുവിൽ നീ ഉത്ഭവിച്ചു, അമ്മയാം താഴ്വര തന്നിൽ വളർന്നു. അച്ഛനാമേരുവിൽ നീ ഉത്ഭവിച്ചു, അമ്മയാം താഴ്വര തന്നിൽ വളർന്നു. അടുത്ത തലമുറ കടലായിരമ്പി.
അപ്പോൾ അങ്ങനെ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ മത്സരം കാണാൻ മറ്റ് വിശിഷ്ട അതിഥികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ അവരിൽ നിരവധി പേരെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് എ റഹീം MP ആണ്. അദ്ദേഹത്തോട് ഈ കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അത് പ്രവിത ചോദിക്കുമായിരുന്നു, പണ്ട് സ്കൂളിൽ ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ അത് രസകരമാണല്ലോ അത്തരം വിശേഷങ്ങൾ കേൾക്കാൻ. കാരണം ഈ രാഷ്ട്രീയത്തിന്റെ ചൂട്, പുറത്ത് വല്ലാത്ത ചൂട്, അതിനിടയിൽ ഇത്തരം മത്സരങ്ങളുടെ വിശേഷങ്ങളും പഴയ ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ വലിയ സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഓരോ കലോത്സവ സ്ഥലത്തേക്ക് പോകുമ്പോഴും എനിക്കല്ല എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണല്ലോ, ആതുരതയാണല്ലോ. പണ്ട് കലോത്സവങ്ങൾ കാണാൻ പോയ ഓർമ്മ, കലോത്സവങ്ങൾ സംഘടിപ്പിച്ച ഓർമ്മ, മത്സരങ്ങളിൽ പണ്ട് പങ്കെടുത്ത ഓർമ്മ, ഇതൊക്കെ. ആ മത്സരങ്ങളിൽ പങ്കെടുത്തെന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ ഇനങ്ങളായിരുന്നു? അന്നത്തെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുക്കുമായിരുന്നു, മത്സരിക്കാനുള്ള താല്പര്യത്തിന്. പ്രധാനപ്പെട്ട ഐറ്റം മോണോ ആക്ട് ആയിരുന്നു. മോണോ ആക്ടും നാടകം പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ വീട്ടില് ഇങ്ങനെ എന്താ പറയാ, അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അതുണ്ടോ? ഇല്ല, ഇപ്പോഴും പിന്നെ അങ്ങനെയൊക്കെ അതിനൊരു ടച്ചൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുപോയല്ലോ, വേറൊരു മേഖലയിലായി. പ്രസംഗം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് കോളേജിലേക്ക് വരുമ്പോൾ കോളേജിലും നാടകം ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു. ഒരുപാട് നാടക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മോണോ ആക്ട് ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഐറ്റം. പിന്നെ അനുബന്ധമായ എല്ലാ കാര്യങ്ങളും. ഇപ്പോഴത്തെ മോണോ ആക്ട് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ നമ്മുടെ ന്യൂസിലൊക്കെ വരുന്ന നിരവധി വാർത്തകളാണ് പലപ്പോഴും അവർ മോണോ ആക്ട് ആയിട്ട് അവതരിപ്പിക്കുന്നത്. അന്നപ്പോ അങ്ങനെ ആയിരുന്നു? അല്ല, ഒരു വലിയ ഒരു മാറ്റം, പരിണാമം വളരെ പ്രകടമായിരുന്നു. അതെ, പരിണാമം വളരെ പ്രകടമായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം, എൻ്റെ എല്ലാം സ്കൂൾ ടൈമിന് കുറച്ച് സീരിയസ് മാറ്ററുകളായിരുന്നു മോണോ ആക്ടിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാറിയിട്ട് ഈ പതുക്കെ ഈ ഇത്തരത്തിലുള്ള സറ്റയർ, സർക്കാസ്റ്റിക്, ഒരു സോഷ്യൽ എലമെന്റ്, ഇങ്ങനെയൊക്കെ അങ്ങ് മാറി. മുൻപ് ഞങ്ങളൊക്കെ ചെയ്തു പഴയ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെയൊക്കെ എടുത്തിട്ട് അതിനെയാണ് മാർക്ക് ആന്റണിയൊക്കെ ഞാൻ ചെയ്തതെന്ന് ഓർമ്മിക്കുന്നുണ്ട്. മാർക്ക് ആന്റണിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് ഇപ്പം പിന്നെയും കുറേയൊക്കെ കൂടുതൽ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നല്ല സറ്റയർ ആയിട്ടുള്ള പുതിയ നല്ല കണ്ടന്റുകളാണ്. അവസാനമായി ഒറ്റ ചോദ്യം കൂടി, ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാത്തതിൽ? അയ്യോ, തീർച്ചയായിട്ടും. സ്കൂൾ കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാലേ ഇത് വരാൻ തോന്നുന്ന, വീണ്ടും കാത്തിരിക്കാൻ തോന്നുന്ന ഒരു വലിയ അനുഭവമാണ്. നമുക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളാണെങ്കിലും അപ്പൊ വളരെയധികം നന്ദി MP ഞങ്ങളോടൊപ്പം 24 പ്രേക്ഷകർക്കൊപ്പം പങ്കുചേർന്നതിന്. നമ്മളിനി സ്മിത നേരെ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അവിടെ ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നുണ്ട്. TTS സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാക്കനാട് സ്റ്റുഡിയോയിൽ നിന്നാണ് ഇനി കൂടുതൽ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ കാക്കനാട് സ്റ്റുഡിയോയിൽ നിന്ന് കൊല്ലത്ത് വരെ ഒന്ന് പോയിറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. അവിടെ പാലക്കാട് പട്ടാമ്പി പരുതൂർ HSSലെ അഭിറാം നാരായണനുണ്ട്. അഭിറാം ഒരു ചാക്യാർകൂത്ത് മത്സരാർത്ഥിയാണ്. അപ്പോൾ ഈ ചാക്യാർകൂത്ത് മത്സരത്തെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും അഭിറാമിനോട് നമുക്ക് ചോദിക്കാം. അഭിറാം, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഹലോ അഭിറാം, കേൾക്കാമോ? ഞാൻ പറയായിരുന്നു, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തന്നെ വലിയ സന്തോഷം ഉണ്ടല്ലേ എന്ന്. അതെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതെ, ഈ ചാക്യാർകൂത്ത് എന്ന് പറയുമ്പോഴേ നമുക്ക് അതിനകത്ത് നൃത്തത്തിന്റെ അംശം കുറവും മുഖഭാവവും വേഷവും മറ്റു ഭാവങ്ങളും ഒക്കെയാണ്, ശരീരഭാഷയും ഒക്കെ ആണല്ലോ, അതുപോലെ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ആണല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? എനിക്കത് പഠിപ്പിച്ചു തന്നത് പൈങ്കുളം നാരായണ ചാക്യാർ മാഷാണ്. ഞാൻ മാഷിൻ്റെ അടുത്ത് പോയി പഠിക്കുകയാണ് ചെയ്തത്. അതെ, ഈ ചാക്യാർകൂത്തിനോടൊരു താല്പര്യം വരാൻ എന്താ കാരണം? ചാക്യാർകൂത്തിനോട് താല്പര്യം കലോത്സവത്തിന് വേണ്ടി ടീച്ചർമാർ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നാരായണ മാഷിൻ്റെ അടുത്ത് പോയത്, പഠിച്ചതൊക്കെ രസമുണ്ട്. അപ്പോൾ അഭിറാം, നമുക്ക് വേണ്ടിയിട്ട് ആ ചാക്യാർകൂത്ത് ഒന്ന് കാണിക്കോ? ആരാണോ കൃഷ്ണൻ വരുമ്പോൾ എണീക്കണത് അവർ ഓരോരുത്തരും എനിക്ക് ഭാരദ്വാദശകേന മിതം സുവർണം ദാസ്യതി, എനിക്ക് 12 ഭാരം വീതം സ്വർണം തരണം. 12 ഭാരം എത്രയാണെന്നറിയോ തനിക്ക്? കണക്കിൻ്റെ കാര്യത്തിലൊക്കെ പരിങ്ങൽ തന്നെയല്ലേ. 12 വേണ്ട, 1 ഭാരം എത്രയാന്ന് പറഞ്ഞാൽ മതി. ഞാൻ തന്നെ പറയാമല്ലേ ഭേദം. 1 ഭാരം എന്ന് വെച്ചാൽ 20 തുലാൻ. ഇപ്പം സംശയം ഒന്നും കൂടി കൂടുതലുണ്ടായത്, ആദ്യം ഭാരം എന്താണെന്ന് അന്വേഷിച്ച് പോയാൽ മതിയായിരുന്നു.
ഇനിയിപ്പോൾ തോലാൻ എന്താണെന്ന് അന്വേഷിക്കണമല്ലേ. ഇപ്പോൾ അത് വിസ്തരിച്ച് തരാൻ നേരമില്ല കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എന്തായാലും ഞങ്ങളോടൊപ്പം ചേർന്നതിന്. അപ്പോൾ നമ്മൾ സ്മിത ഇവിടെ ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു. പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്തെത്തുന്ന വിദ്യാർത്ഥികളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ ഇത്തരം കലോത്സവ വേദികളിൽ. അത്തരത്തിൽ ആരെങ്കിലും ഇന്ന് സ്മിത കണ്ടിരുന്നോ? ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് തിരുനെല്ലൂർ കരുണാകരൻ്റെ മകനുണ്ട് വിനോദൻ. വന്നപ്പോൾ ലോബ എന്ന് പറഞ്ഞിട്ടൊരു കവയിത്രി ഉണ്ട്. ലോബ ഇവിടെ വന്നിട്ടുണ്ട്. ലോബ ഒരു അധ്യാപിക. അപ്പോൾ ലോബ വരാനൊരു കാരണം ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ മോളുടെ ഒരു പ്രസംഗ മത്സരമോ കഥാരചന എന്തോ ഉണ്ട്. അപ്പോൾ ആ ടീച്ചർ ആ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പാരൻസ് അവർക്ക് വരാനുള്ളൊരു അവസ്ഥയിലല്ല. ആ കുട്ടിക്ക് ഇവിടേക്ക് മത്സരിക്കാൻ എത്താനുള്ള യാതൊരു നിവൃത്തിയില്ല. പക്ഷെ ആ കുട്ടിയുടെ കഴിവുകൾ കണ്ടപ്പോൾ അധ്യാപകരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിനൊന്ന് കാണണമെന്നുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് അഭിമാനം തോന്നും. കാരണം എത്ര പ്രശ്നങ്ങളിൽ തളർന്നെടുക്കുന്ന മനുഷ്യർ ഒരു വശത്തുള്ളപ്പോഴാണ് ഏത് പ്രതിസന്ധിയിലും ഇങ്ങനെ ആവേശത്തോടെ. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ മന്ത്രി കെ രാജൻ അല്പസമയം മുൻപ് നമ്മുടെ ഈ പെവലിയനിൽ വന്നിരുന്ന സ്മൃതിയോടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇത് വിദ്യാർത്ഥികളിലെ സർഗവാസന കണ്ടെത്താൻ മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകാൻ കൂടി ഇത്തരം കലോത്സവം സഹായിക്കുന്നതാണ് അല്ലെ. അതിലേക്കൊന്ന് പോയാലോ അല്ലെ? അതിലേക്ക് പോയി വരാം. കലോത്സവ വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു. സാന്നിധ്യം കൊണ്ട് അവരെല്ലാം തന്നെ ശ്രദ്ധേയരായി. മന്ത്രി കെ രാജൻ പ്രസംഗത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം, ഏറ്റവും അവസാനം അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ നല്ല മനുഷ്യരാക്കി വളർത്തണം എന്നുള്ള കാര്യമാണ്. അത് വലിയ കയ്യടിയായിരുന്നു ശരിക്കും പറഞ്ഞ സദസ്സിൽ നിന്ന്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ, കാരണം എല്ലാവരും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് അതാണ്. കലോത്സവങ്ങൾ അത്തരം കാര്യങ്ങൾക്കുള്ളൊരു മാതൃകയാകണം, വേദിയാകണം അല്ലേ. ഈ കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു കാലത്തിൻ്റെ പൊതുപ്രശ്നമാണ് ഏതെങ്കിലും വിധത്തിൽ പൊതുകമ്പോളത്തിൽ ലാഭം കിട്ടാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാക്കി മക്കളെ മാറ്റുക എന്നുള്ള രക്ഷകർത്താക്കളുടെ ധാരണ. മക്കളെ വളർത്തിയാൽ, ഏതെങ്കിലും കോഴ്സിന് വിട്ടാൽ, ഏതെങ്കിലും ജോലി കിട്ടിയാൽ എന്ത് ലാഭമെന്ന് രക്ഷകർത്താക്കളെ നോക്കിയാൽ തനിക്കെന്ന് മെച്ചമെന്ന് മക്കളും ചിന്തിക്കുന്ന ഒരു കാലം ഉള്ളതുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിലൂടെ കേരളത്തിനിങ്ങനെ പോകേണ്ടി വരുന്നത്. കലോത്സവത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഒരേ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മത്സരാർത്ഥികളാണ്. 1ാം സ്ഥാനം ആർക്ക്, ഗ്രേഡ് ആർക്ക് എന്നൊക്കെ നോക്കുന്നത്. പക്ഷെ അവരുടെ തബലകൾ കൈമാറും, അവരുടെ മൃദംഗങ്ങൾ കൈമാറും, അവരുടെ ഫ്ലൂട്ട് കൈമാറും, അവരുടെ ആഭരണങ്ങൾ കൈമാറും, ചലങ്കകൾ കൈമാറും. അത് യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്നൊരു സമൂഹത്തിന് മാത്രം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു മാനവികതയാണ്. ആ വിധത്തിൽ വളരെ ഗംഭീരമായി നല്ല മക്കളെ ഉണ്ടാക്കാൻ കഴിയുന്ന, മനുഷ്യരുണ്ടാക്കാൻ കഴിയുന്ന വേദികൾക്കാണ് യഥാർത്ഥത്തിൽ കലോത്സവം രൂപം കൊടുക്കുക. അതായിരിക്കും കൊല്ലത്തിൻ്റെ ഒരു ആത്യന്തികമായ റിസൾട്ട്. ഈ കൊല്ലത്ത് ഭയങ്കര ചൂടുണ്ട് അല്ലേ? ഭയങ്കര ചൂടുണ്ട്. പക്ഷേ ചൂടുള്ളത് കൊണ്ട് നിങ്ങളുടെ പണി കുറയില്ല. കാരണം കൂടുതൽ ആവേശത്തോടെ ആളുകൾ വരികയാണ്. കൊല്ലം കലോത്സവത്തിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗതഗാനം അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവതരിപ്പിച്ചത് മംഗലം കളിയാണ്. നവകേരളത്തിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ അദ്ദേഹം ഉദ്ഘാടനത്തിൽ പറഞ്ഞത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ കലകളെ കൂടി ഉയർത്തിക്കൊണ്ടുവരാവുന്ന വിധത്തിൽ മംഗലം കളി ഉൾപ്പെടെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ കലകളെ കൂടി ഇനി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഇനങ്ങളായി മാറും. 24 വളരെ ഗംഭീരമായി ഇതിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട്. എല്ലാ വേദികളിലും ക്യാമറ കണ്ണുകൾ ഉറന്നു വരുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. SKNൻ്റെ അധ്യാപകനാണ് കേരളവർമ്മ കോളേജിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാഷോട് ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ സമ്പന്നമായി, വളരെ വിസ്തൃതമായി ഒരു കലോത്സവത്തിൻ്റെ അറിയിപ്പ് 24-ൽ നിന്നുണ്ടാകും. വരാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ മംഗലംകളി നടത്തിയിട്ടുള്ള മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ടുണ്ടാകും. അവരുടെ മുമ്പിലൊക്കെ കൊല്ലം കലോത്സവത്തിൻ്റെ വേദിയായി 24-ന് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതാണ് മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്ന ലക്ഷ്യം കൂടി കലോത്സവത്തിന് പിന്നിലുണ്ട്. സ്മിത, ഇന്ന് ഒരുപാട് ഗ്ലാമർ ഇനങ്ങൾ ഈ ആദ്യ ദിനം തന്നെ ഉണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, അങ്ങനെ സംഘനൃത്തമാണ് ഗ്ലാമർ ദിനങ്ങളിൽ ഏറ്റവും. നമ്മുടെ നാടകത്തിന്റെ ടീം വന്നിരുന്നു, അപ്പൊ നാടകമുണ്ട്. അതെ, അങ്ങനെ ഗ്ലാമർ ഇനങ്ങളാൽ സമ്പന്നമാണ് ഇന്നത്തെ വേദി. അപ്പോൾ അത് എല്ലാം കൂടി കൂട്ടി എന്തൊക്കെയാണ് ഇന്ന് വേദിയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഷഹാദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്.
chess number 124 on stage. പതിഞ്ഞ താളത്തിലുള്ള സംഗീതത്തിനൊത്ത് കൺകോണുകളിലും ഉടലിലും നിറയുന്ന ലാസ്യം കാണികളുടെ ഹൃദയം കവർന്നു. ലളിത വസ്ത്രധാരണവും തനത് കേരളീയ ആഭരണങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചമയവും വേദി ഒന്നിലെ മോഹിനിമാരുടെ മാറ്റുകൂട്ടി. ഭാവരാഗ താളങ്ങളുടെ സംഗമമാണ് ഭരതനാട്യം. വേദി 4 ജയൻ സ്മൃതികൾ കാണികളാൽ തിങ്ങി നിറഞ്ഞു. താളം കൊണ്ടും ഈണം കൊണ്ടും കേൾവിക്കാരെ പിടിച്ചിരുത്തുന്ന സംഘഗാനം കാണികളിൽ ആവേശം പടർത്തി. പുത്തൻ പരീക്ഷണങ്ങൾ മത്സരത്തിന്റെ മാറ്റുകൂട്ടി. ഇനിയുമുണ്ട് ഒന്നാം ദിനത്തെ വിശേഷങ്ങൾ ഏറെ. കാഴ്ചക്കാരിൽ ആവേശം പകർന്ന കോൽക്കളിയും പൂരക്കളിയും അർഭനമുട്ടും കഥകളിയും കുച്ചിപ്പുടിയുമെല്ലാം ഈ ദിനം കാഴ്ചക്കാരിൽ പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ടീം 24 കൊല്ലം. അപ്പൊ അങ്ങനെ എന്തെല്ലാം വിശേഷങ്ങളാണ് അല്ലേ പ്രവിത? ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പ്രവിതയെ സംബന്ധിച്ച് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? കാരണം പഴയ ഓർമ്മകൾ, കലോത്സവത്തിൽ പങ്കെടുത്തവർക്ക്, ഞാനൊന്നും പങ്കെടുത്തിട്ടില്ല. ഇവിടെ വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അതിലേക്ക് പോയി നടക്കായിരുന്നു ഇടയ്ക്കൊക്കെ സമയം കിട്ടിയപ്പോൾ. നമുക്ക് ഈ കലോത്സവ വിശേഷങ്ങൾ ഇനിയും തുടരും. പക്ഷെ ഇപ്പോഴത്തെ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അല്ലേ? ഇനി നമ്മൾ കാക്കനാടേക്ക് പോകുന്നു. അവിടെ TTSമായി ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും ഒന്നുകൂടെ കൊല്ലത്ത് പോകണമെന്ന് തോന്നുന്നുണ്ട്. അവിടെ കൊല്ലത്ത് മലപ്പുറം നരോക്കാവ് NHSSലെ നവോമിക കൃഷ്ണയുണ്ട്. മോഹിനിയാട്ടം മത്സരാർത്ഥിയാണ്. നവോമിക, കൺഗ്രാറ്റ്സ്. മോഹിനിയാട്ടമൊക്കെ ഗംഭീരമായി ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഭാവങ്ങൾക്കേറെ പ്രാധാന്യമുള്ള ഒരു നൃത്തരൂപമാണോ അല്ലേ? നമ്മുടെ ശബ്ദ സന്നിവേശത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരാൻ വന്നത് മോഹിനിയാട്ടം കലാകാരിയായ, മോഹിനിയാട്ടം മത്സരാർത്ഥിയായ മലപ്പുറം നരോക്കാവ് NHSSലെ നവോമിക കൃഷ്ണയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.